ഒരു ഗുരുവും തൻ്റെ ശിഷ്യനും തമ്മിലുള്ള അഗാധമായ ബന്ധത്തെക്കുറിച്ചും ഈ ബന്ധത്തിന് ദൈവികതയിലേക്കുള്ള പാതയെ എങ്ങനെ പ്രകാശിപ്പിക്കാമെന്നും പരിശോധിക്കുന്ന ഒരു ദൃശ്യാവിഷ്കാരം ഞങ്ങൾ അവതരിപ്പിക്കുന്നു. ആശയക്കുഴപ്പവും സംശയവും നിറഞ്ഞ ഒരു ലോകത്ത് ഗുരു വെളിച്ചത്തിൻ്റെ ഒരു പ്രകാശഗോപുരമായി വർത്തിക്കുന്നു. ദൈവികമായുള്ള ഉയർന്ന ധാരണയിലേക്കും ബന്ധത്തിലേക്കും അന്വേഷകരെ നയിക്കുന്നു. ക്ഷമ, സഹാനുഭൂതി, ഉൾക്കാഴ്ച എന്നിവയിലൂടെ ജീവിതത്തിൻ്റെയും ആത്മീയതയുടെയും സങ്കീർണതകളിലൂടെ സഞ്ചരിക്കാൻ ഗുരു ശിഷ്യരെ സഹായിക്കുന്നു. ആനന്ദത്തോടെയും ഭക്തിയോടെയും ദിവ്യഗുരു എന്ന ദൃശ്യാവിഷ്കാരത്തിലേക്ക് നിങ്ങളെ ഞങ്ങൾ സാദരം സ്വാഗതം ചെയ്യുന്നു. ദിവ്യഗുരു ഇവിടെ ആരംഭിക്കുകയായി. പ്രകാശത്തിലേക്ക് നയിക്കുന്നവനാണ് ഗുരു. അറിവിന്റെ വെളിച്ചത്തിലേക്ക് വിദ്യാർത്ഥികളെ കൈപിടിച്ച് നടത്തുകയാണ് ഗുരുവിന്റെ ധർമ്മം. പൂർണ്ണനായ ഗുരു ക്രിസ്തു മാത്രമാണ്. നിങ്ങൾ ലോകം മുഴുവനും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക എന്ന ഗുരുവചനത്തിലൂടെ നമുക്ക് മഹത്തായ ഒരു ദൈവവിളി ലഭിച്ചിരിക്കുന്നു. ലോകത്തിന്റെ പ്രകാശമായ ക്രിസ്തുവിലേക്കുള്ള വഴി വിദ്യാർത്ഥികൾക്കായി തുറന്നു കൊടുക്കാനുള്ള വിളി, അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്ക് നയിക്കുവാനുള്ള വിളി. ആചാര്യദേവോ ഭവ. എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. ഞാൻ എവിടെയെങ്കിലും വീഴും. എവിടെ നോക്കിയാലും കൂരാക്കൂരിട്ട്. ഇവിടെ കിടന്ന് ഞങ്ങൾ നശിച്ചു പോകും. നിങ്ങൾ എന്താണ് പറയുന്നത്? നമുക്കൊരു ഗുരുവില്ലേ? ഗുരുവിന് നമ്മെ സഹായിക്കാൻ പറ്റും. ശരിയാ, ഗുരുവിന്റെ കാലച്ച കേൾക്കുന്നുണ്ട്. മക്കളെ, ഗുരു, നമ്മുടെ ഗുരു. വരുവിൻ, ഞാൻ നിങ്ങളെ പ്രകാശത്തിലേക്ക് നയിക്കും. ഗുരു, ഈ ഇരുട്ടിൽ നാം എങ്ങനെ സഞ്ചരിക്കും? മക്കളെ, എൻ്റെ ഹൃദയത്തിൽ ഒരു വിളക്കുണ്ട്. ദൈവസ്നേഹവും ദൈവവിശ്വാസവും ദൈവത്തോടുള്ള പ്രത്യാശയും ചേർന്ന ഒരു കിടാവിളക്ക്. ആ വിളക്ക് നമ്മെ നയിക്കും. ഗുരു, നമുക്ക് മുൻപിൽ അന്ധകാര ശക്തികൾ തടസ്സം നിൽക്കുമ്പോൾ നാം എങ്ങനെ അതിനെ അതിജീവിക്കും? ദൈവവചനമാകുന്ന ഇരുതലവം മുറുകെ പിടിക്കുക. ഏതു ദുഷ്ടശക്തികളെയും അവയുടെ പരീക്ഷണത്തെയും നമുക്ക് അതിജീവിക്കാൻ സാധിക്കും. ജീവിത പ്രശ്നങ്ങൾ വഴിമുടക്കുമ്പോൾ, ദുഃഖങ്ങളും വേദനകളും ജീവിതത്തിൽ മാറി മാറി വരുമ്പോൾ, രോഗങ്ങളും ദുരിതങ്ങളും ജീവിതത്തിന് കുറുകെ ഒരു മല പോലെ നിൽക്കുമ്പോൾ അവയെ എങ്ങനെ മറികടക്കും? ദൈവമാതാവിനോടുള്ള ഭക്തി, മാതാവിന്റെ മധ്യസ്ഥം, മല പോലെ നിൽക്കുന്ന തടസ്സങ്ങൾ അതിജീവിക്കാൻ ആ മധ്യസ്ഥം കൊണ്ട് സാധിക്കും. എന്തൊരു ചൂട്! ഞങ്ങൾ തളർന്നു വീഴും. ഞങ്ങളുടെ ആത്മീയ ശക്തികൾ ചോർന്നു പോകുന്നു. തളർച്ചയിൽ കരുത്തു നൽകാം ദിവ്യകാരുണ്യമായി യേശു. തകരുന്ന ഹൃദയങ്ങൾക്ക് ശക്തി ലഭിക്കാൻ
വിശുദ്ധ കുർബാന നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കണം. നിൽക്ക്. നമുക്ക് മുമ്പിൽ കുറേ വഴികൾ. ജീവിതമാകുന്ന യാത്രയിൽ നമ്മൾ വഴിതെറ്റും. ദിശകൾ അറിയാത്ത ഈ യാത്രയിൽ ദിശാബോധം പകർന്നു നൽകുവാൻ ദൈവം നമുക്കൊരു സഹായിക്കാൻ നൽകിയിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് ഈ യാത്രയിൽ നമ്മെ വഴി നടത്തും. ശരിയോ? നീണ്ട 12 വർഷം ഗുരുവിന്റെ കൂടെ നടന്നപ്പോൾ എനിക്ക് കാഴ്ച ലഭിച്ചു. നന്മയും തിന്മയും തിരിച്ചറിയാൻ എനിക്ക് ശക്തി ലഭിച്ചു. വിശുദ്ധിയോടെ ജീവിക്കാനുള്ള കൃപ എനിക്ക് ലഭിച്ചു. ഗുരു ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിറച്ച പ്രകാശം ഇതാ ലോകം മുഴുവൻ ഞങ്ങൾ പകർന്നു കൊടുക്കുന്നു. എന്റെ പ്രിയമക്കളെ, ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി എത്ര മഹത്തായ ഒന്നാണെന്ന് തിരിച്ചറിയുക. നിന്റെ കുറവുകളിൽ നീ തളരരുത്. മോശയെ ഞാൻ തിരഞ്ഞെടുത്തു. അവന്റെ കുറവായ വിക്കിന് പകരമായി അഹരോന് നൽകി. ഇടയബാലനായ ദാവീദിനെ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്ത് രാജാവാക്കി. മത്സ്യം പിടിച്ചുകൊണ്ടിരുന്ന ശിമയോൻ മനുഷ്യരെ പിടിക്കുന്നവനാക്കി മാറ്റി. സഭയെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന സാവൂളിനെ വിജാതികളുടെ അപ്പസ്തോലൻ പൗലോസാക്കി. നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ഞാനാണെന്ന് തിരിച്ചറിയുക. ഇതാ ഈ ദിവ്യായുധങ്ങൾ സ്വീകരിച്ച് വെളിച്ചത്തിലേക്ക് സഞ്ചരിക്കും. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവരാരും അന്ധകാരത്തിൽ നടക്കുന്നില്ല. വെളിച്ചമായ ദൈവമേ, വെളിച്ചമേകും ദൈവമേ, വെളിച്ചമായി മാറുവാൻ വെളിച്ചമെന്നിൽ ചൊരിയുക. വെളിച്ചമായ ദൈവമേ, വെളിച്ചമേകും ദൈവമേ, വെളിച്ചമായി മാറുവാൻ
വെല്ലുന്ന ശുഭയെ കള്ളന്മാർ നടുവിൽ തേജസ്സാൻ ഉന്മുഖം ആയിരം സൂര്യനെ വെല്ലുന്ന ശോഭയെ കൈയിലാടി പഴുകൾ കറി അവൻ മേഘാരൂഢമായി ആ കുഞ്ഞാടെ നിന്നെ ഞാൻ കാണുന്നെൻ്റെ പായേ കാണുന്നെൻ്റെ പായേ ആ കുഞ്ഞാടെ നിന്നെ ഞാൻ കാണുന്നെൻ്റെ പായേ കാണുന്നെൻ്റെ പായേ. ഹാമിൽട്ടൺ സെന്റ് ജോൺസ്